1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇന്ത്യ ലോകത്തിലെ ഒരു ശക്തിയുമായിരുന്നില്ല. ദരിദ്രന്മാരുടെയും പട്ടിണിക്കാരുടെയും ഒരു രാജ്യം. മാത്രമല്ല 100 കോടി 80 കോടി വരുന്ന ജനങ്ങൾ, പിന്നെ അതുപോലെ തന്നെ വലിയ പട്ടിണി, ദാരിദ്ര്യം. അതിനേക്കാൾ ഏറ്റവും വലിയ പ്രധാനം പാകിസ്ഥാനുമായിട്ടുള്ള ഇന്ത്യയുടെ വിഭജനം നടന്നതിന് ശേഷം അതുണ്ടാക്കിയ മതമുറിവുകൾ. അങ്ങനെ വലിയ ദുരിതത്തിലാണ്. അപ്പോഴാണ് ലോകരാജ്യങ്ങളോടൊക്കെ നാം കൈനീട്ടി. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ നമ്മളെ നിഷേധിച്ചു. എന്നാൽ അന്നത്തെ സോവിയറ്റ് റഷ്യ നമ്മെ സഹായിച്ചു. ആ ചരിത്രത്തിൽ നിന്ന് മാറി ഇന്നിപ്പോൾ ലോകം കീഴടങ്ങുന്ന നിലയിൽ, അല്ലെങ്കിൽ ലോകം വിറയ്ക്കുന്ന നിലയിൽ, ഞെട്ടുന്ന നിലയിൽ മിസൈൽ പരീക്ഷണങ്ങൾ നടത്താൻ ഇന്ത്യ വളർന്നു കഴിഞ്ഞു. മിസൈൽ പരീക്ഷണങ്ങൾ ആവശ്യമുണ്ടോ എന്നൊക്കെ ഉള്ള ചോദ്യം വളരെ പ്രധാനമാണ്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും ലോകം മുഴുവൻ അശാന്തിയും പരസ്പരം പോരടിക്കലും വെട്ടിപ്പിടിക്കലും ഒക്കെ നടക്കുന്ന പുതിയ ലോകത്തും പഴയ ലോകത്തും മിസൈൽ പരീക്ഷണങ്ങളൊക്കെ ഒരു പരിധിവരെ ആവശ്യമായി വരും. ഇപ്പോഴിവിടെ 3500 കിലോമീറ്ററോളം നോട്ട പ്രഖ്യാപിച്ചു, എന്ന് പറഞ്ഞാൽ അപകട മേഖലയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള മിസൈൽ പരീക്ഷണം നടക്കാൻ ഇന്ത്യ തയ്യാറെടുക്കുകയാണ്. അത് ഈ മാസം തന്നെ ആദ്യം പറഞ്ഞത് 1500 നോട്ട ആയിരിക്കും, പിന്നെ അത് 2500 കിലോമീറ്ററാണ് പറയുന്നത് ദൂരപരിധി. ഇപ്പോൾ അത് 3500 പോയിട്ടുണ്ട്. അപ്പോൾ അത് അഗ്നി 5 അഗ്നി 6 ഏതാണ് ഉപയോഗിക്കുക എന്നുള്ളത് നമുക്കറിയത്തില്ല. എന്തായാലും രണ്ടിലേത് ഉപയോഗിച്ചാലും അതിനെ പരീക്ഷിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നിരീക്ഷിക്കുന്നതിന് വേണ്ടി ചൈനയുടെ ഇവാൻവ കപ്പൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തമ്പടിച്ചിട്ടുണ്ട്. അതുപോലെ അമേരിക്കയുടെ ഓഷൻ ടൈറ്റിൽ എന്ന് പറയുന്ന കപ്പൽ പടിഞ്ഞാറൻ ഭാഗത്തും വന്നിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം ഇത് നിരീക്ഷിക്കുകയാണ്. നേരത്തെ ചൈന ഇത് നന്നായി നിരീക്ഷിക്കുമായിരുന്നു. ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണങ്ങളൊക്കെ തന്നെ നിരീക്ഷിക്കുന്ന രാജ്യമാണ് ചൈന. അതേസമയം അമേരിക്കയും ഇപ്പോൾ നമ്മെ നിരീക്ഷിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സാങ്കേതികമായി നാം അത്രമാത്രം വളർന്നു. ഇതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. വെറുതെ നമ്മൾ വളർന്നതല്ല. 1958, 1982 ഒരു പ്രാരംഭ കാലഘട്ടം ഇന്ത്യൻ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ DRDO 1958 നമ്മൾ സ്ഥാപിച്ചത്, പ്രതിരോധ ഗവേഷണത്തിനും വികസനത്തിനും. 62 നമുക്ക് ചൈനയുമായി യുദ്ധം ചെയ്യേണ്ടി വന്നു. 65 71 പാകിസ്ഥാനുമായി യുദ്ധം ചെയ്യേണ്ടി വന്നു. ഇന്ത്യ സാങ്കേതികമായി സ്വയം പര്യാപ്തതയിലേക്ക് പോകണം എന്നൊരു ചിന്ത വന്നത് ഈ ചൈനയുടെയും 2 പാകിസ്ഥാൻ്റെയും യുദ്ധവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. ഈ കാലഘട്ടത്തിൽ നമുക്ക് മിസൈൽ സംവിധാനം തന്നുകൊണ്ടിരുന്ന റഷ്യയും ഫ്രാൻസും UK ആണ്. ആഭ്യന്തരമായി ഇൻ്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആരംഭിച്ചത് നമുക്ക് വലിയൊരു മാറ്റമുണ്ടാക്കി. ഇൻ്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം 1983 ആരംഭിച്ചത്. അപ്പോൾ നമുക്കൊരു പേര് പറയാതിരിക്കാനാവില്ല. നമ്മുടെ മുൻ ഇന്ത്യൻ പ്രസിഡൻറ്റും മിസൈൽ മാൻ എന്നും അറിയപ്പെടുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമാണ് ഇന്ത്യൻ മിസൈലിൻ്റെ സ്വയം പര്യാപ്തത നേടുക എന്നതിനു വേണ്ടി നേതൃത്വപരമായി പങ്കുവഹിച്ചത്. അതിനുശേഷം നമ്മൾ 1988 സർഫസ് പൃഥ്വി കണ്ടുപിടിച്ചു. പിന്നെ ബാലിസ്റ്റിക് മിസൈലുകൾ 89 കണ്ടുപിടിച്ചു. അഗ്നി, ത്രിശൂൽ കണ്ടുപിടിച്ചു. സർഫസ് എയർ അന്തരീക്ഷത്തിലേക്ക് പോകുന്ന 1985 ത്രിശൂൽ കണ്ടുപിടിച്ചു. പിന്നെ സർഫസ് എയർ തന്നെ 1990 കണ്ടുപിടിച്ചു. നാഗ് 1990 കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞ് ഇങ്ങനെ ഓരോ കാലഘട്ടം മിസൈലിൻ്റെ ദൂരം, അഗ്നിയാണെങ്കിൽ 700 മുതൽ 1200 കിലോമീറ്റർ വരെയാണ്. അഗ്നി 2 2000 മുതൽ 3000 കിലോമീറ്റർ വരെ പോകും. അഗ്നി 3 ആണെങ്കിൽ 3500 മുതൽ 5000 കിലോമീറ്റർ വരെ പോകും. നോക്കിക്കോണം. അഗ്നി 4 ആണെങ്കിൽ 4000 കിലോമീറ്റർ, അഗ്നി 5 ആണെങ്കിൽ 5500 മുതൽ 7000 വരെ. ഇനി അഗ്നി 6 ആണെങ്കിൽ നമ്മൾ അതിൻ്റെ പണിപ്പുരയിലാണ്. അതാണെങ്കിൽ 8000 മുതൽ 10000 കിലോമീറ്റർ വരെയാണ് അതിൻ്റെ നോട്ട പ്രദേശം. ഇത് ആകാശ് സാം സിസ്റ്റം സ്വതന്ത്രമായി വികസിപ്പിച്ച മധ്യദൂര മിസൈലാണ്. ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ എയർഫോഴ്സും ഒക്കെ ഈ മിസൈലുകൾ ഉപയോഗിക്കുന്നു. ബാലിസ്റ്റിക് മിസൈലുകൾ തടയാനുള്ള ഇരട്ട നില പ്രതിരോധ സംവിധാനവും ഇന്ത്യക്കുണ്ട്. 2000 കാലഘട്ടത്തിൽ വിജയകരമായ നിരവധി പരീക്ഷണങ്ങളാണ് ഇന്ത്യ നടപ്പിലാക്കിയത്. ലോകത്തിലെ മിസൈൽ ഷീൽഡുള്ള കുറച്ച് രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വിവിധ തരത്തിലുള്ള മിസൈലുകൾ നമുക്ക് വികസിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ധനുഷ് എന്ന് പറയുന്ന ഉണ്ട്, ബ്രഹ്മോസ് ഉണ്ട്, K-15 സാഗരിക, K-4, K-5 ഇങ്ങനെ വിവിധ പേരുകളുണ്ട്. അതിനുശേഷം 2010 അടുത്ത കാലഘട്ടം പറഞ്ഞാൽ നമുക്ക് വിവിധ ഘട്ടങ്ങളായി തിരിക്കാം. 2010 2025 എന്ന് പറഞ്ഞാൽ അതിവേഗത്തിലുള്ള ബ്രഹ്മോസ് 2 ഹൈപ്പർസോണിക് മിസൈലുകൾ നമ്മൾ വികസിപ്പിക്കാൻ തുടങ്ങി. പിന്നെ അഗ്നി P പ്രൈം 2021 പരീക്ഷിച്ചു. വലിയ വിജയകരമായിരുന്നു. സാങ്കേതികമായി മെച്ചപ്പെട്ട ഒരു പുതിയ തലമുറയിൽപ്പെട്ട ന്യൂ ജനറേഷൻ മിസൈൽ നമുക്ക് 2021 വികസിപ്പിക്കാൻ കഴിഞ്ഞു.
22 പ്രളയ മിസൈലുകൾ, ചെറുദൂര ബാലിസ്റ്റിക് മിസൈലുകൾ കൃത്യത വളരെ കൃത്യമായിട്ടുള്ള പ്രിസിഷൻ പോയിന്റ് ടു പോയിന്റ് ആയിട്ടുള്ള മിസൈൽ നമുക്ക് 2020. പിന്നെ വേദ പ്രോജക്റ്റ് വന്നു, അതിൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബഹിരാകാശ രംഗത്ത് 2019 മിഷൻ ശക്തി എന്നുള്ള നിലയിൽ ഇന്ത്യ വലിയ നേട്ടമാണ് ഉണ്ടായത്. ഇന്ത്യ ഇപ്പോൾ തന്മാത്രാ സ്വതന്ത്ര മിസൈൽ ടെക്നോളജി ഉള്ള രാജ്യങ്ങളിൽ ഒന്നായി മാറിയിട്ടുണ്ട്. അതുപോലെ DRDO, നമ്മുടെ ISRO, ഭാരതീയ ഡൈനാമിക് ലിമിറ്റഡ്, ബ്രഹ്മോസ് എയറോസ്പേസ് തുടങ്ങിയവയെല്ലാം ഇന്ത്യ വളരെ വലിയ തോതിലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ലാൻഡ് എയർ സീ ബേസ്ഡ് ഡിറ്ററൻറ്റ് ഉറപ്പിച്ചിട്ടുണ്ട്. ആണവ ത്രിമാന പ്രതിരോധം എന്ന് പറഞ്ഞാൽ കരയിലൂടെ ആയാലും കടലിലൂടെ ആയാലും ആകാശത്തിലൂടെ ആയാലും നമുക്ക് മറ്റുള്ള രാജ്യങ്ങളെ പ്രതിരോധിക്കാൻ ഉള്ള നിലയിൽ ഇന്ത്യ വളർന്നു. അങ്ങനെ ഇന്ത്യ വളർന്ന് മുന്നേറുമ്പോഴാണ് ചൈനയുടെ നല്ല നിരീക്ഷണത്തിലാണ് ഇന്ത്യ. ആ നിരീക്ഷണം ചൈന എല്ലാ കാലവും കൊണ്ടുപോയിട്ടുണ്ട്. ഇന്ത്യ ചൈന യുദ്ധം നടന്ന കാലം മുതൽ 60-കൾ മുതൽ ചൈന അത് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാൽ അമേരിക്കയ്ക്ക് ഇതിനകത്ത് വലിയ താല്പര്യമില്ലായിരുന്നു. കാര്യം അമേരിക്കയാണ് നിന്ന് 1-ാം സ്ഥാനത്തുള്ളത്. അവരെ സംബന്ധിച്ച് ഇന്ത്യക്ക് ഇത് നടത്തുകയോ നടത്താതിരിക്കുകയോ എന്തോ ആയിക്കൊണ്ട് പോട്ടെന്നുള്ള നിലയിലാണ് നിന്നത്. പക്ഷെ അവിടെ നിന്ന് മാറി അമേരിക്കയും ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങി. അവരുടെ കപ്പലും വന്ന് നമ്മെ നിരീക്ഷിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ വളർച്ച വല്ലാതെ ഉയരത്തിലെത്തി എന്നതിൻ്റെ സൂചനയും ലോകമാകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. ഇത്രയും വലിയ സാങ്കേതിക വിദ്യയിലേക്ക് ഇന്ത്യ വളർന്നല്ലോ. കാരണം നമ്മൾ പറഞ്ഞ 58-ൽ DRDO ഉണ്ടാക്കി, 58 കഴിഞ്ഞതിന് ശേഷം 50, 75, 10-75 അല്ലെങ്കിൽ 72 വർഷത്തോളമായി. പക്ഷേ ആ 72 വർഷം കൊണ്ട് ഇന്ത്യ വളരെ വലിയ തോതിലാണ് പ്രതിരോധ രംഗത്ത് ISRO, DRDOയുടെയും ഒക്കെ ബ്രഹ്മോസ് എയർസ്പേസിൻ്റെയൊക്കെ നേതൃത്വത്തിൽ വളരെ വലിയ ബാലിസ്റ്റിക് മിസൈലുകളും സർഫസ് ടു സർഫസും സർഫസ് ടു എയറും ഓഷനും എല്ലാം നമുക്ക് ഏതെല്ലാം തരത്തിൽ ആക്രമണം വന്നാലും എല്ലാ ആക്രമണങ്ങളെയും പ്രതിരോധിക്കുന്ന നിലയിൽ ഇപ്പോൾ 3500 നോട്ടയുടെ കിലോമീറ്ററിലാണ് ഇപ്പോൾ ഈ പരീക്ഷണം നടക്കുന്നതിൻ്റെ പ്രത്യേകത ഉണ്ടാവുമെങ്കിൽ 8000 കിലോമീറ്റർ വരെ ഉണ്ടാകാൻ കഴിയുന്ന, പ്രഹരമേൽപ്പിക്കാൻ കഴിയുന്ന വലിയ മിസൈലുകളുടെ കണ്ടുപിടുത്ത പാതയിലാണ് ഇന്ത്യ. അപ്പോൾ എന്തായാലും ഇന്ത്യ ആ രംഗത്ത് വല്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ മറ്റൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്ത് പട്ടിണിയും തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവുമുള്ള ഒരു രാജ്യത്ത് ആരോഗ്യ, വിദ്യാഭ്യാസ, സാമ്പത്തിക, തൊഴിൽ മേഖലകളിൽ പണം മുടക്കേണ്ട പണം കൂടി എടുത്തല്ലേ ഇത് ചെയ്യുന്നത്. പക്ഷെ എന്ത് ചെയ്യാം, നമുക്കങ്ങനെ ചെയ്യാതിരിക്കാനാകില്ല. കാരണം ഒരു വശത്ത് യുദ്ധഭീഷണി, അതിർത്തി രാജ്യങ്ങളുടെ ഭീഷണി, പാകിസ്ഥാൻ്റെ ഭീഷണി, അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനുമുള്ള പ്രശ്നങ്ങൾ, അതുപോലെ ബംഗ്ലാദേശിൻ്റെ ഭീഷണി, അങ്ങനെ വിവിധ ഭീഷണികൾ ഇന്ത്യക്ക്. പിന്നെ ചൈന ഇപ്പോൾ സ്നേഹമൊക്കെ പറയുന്നുണ്ടെങ്കിലും എപ്പോഴാണ് ചൈനയുടെ മുഖം തിരിയാൻ നമുക്കറിയില്ല. അപ്പോൾ അത്തരത്തിലുള്ള അതിർത്തിയിലുള്ള സംഘർഷങ്ങൾ, ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുകൊണ്ട് തന്നെ മിസൈലുകളൊന്നും നമുക്ക് രൂപപ്പെടുത്താതിരിക്കാൻ കഴിയില്ല. പക്ഷേ ആ രൂപപ്പെടുത്തലിൽ ഇന്ത്യ ഇപ്പോൾ 1-ാം സ്ഥാനത്തേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. 1-ാം സ്ഥാനം നേടിയെന്നല്ല, പക്ഷേ അതിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ്. കാരണം അമേരിക്കയും ചൈനയും ഒരുപോലെ ഇന്ത്യയെ നിരീക്ഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ലോകരാജ്യങ്ങളെല്ലാം നിരീക്ഷിക്കുന്നതിന് തുല്യമാണത്. 2 വൻ ശക്തികൾ ഇന്ത്യയെ നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ലോകരാജ്യങ്ങൾ ഞെട്ടിയെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്തായാലും ഇന്ത്യ മിസൈൽ കണ്ടുപിടുത്തത്തിൽ വലിയ മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത്. ഇടയ്ക്കിടെ നമുക്ക് വലിയ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോഴിതാ പരീക്ഷണത്തിൻ്റെ ഘട്ടമാണ്.